ഞാൻ ഒരുപാട് വോയിസ് കൊടുത്തിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ ശോഭന. എന്നിട്ടും പപ്പയുടെ സ്വന്തം അപ്പൂസിലെ എന്നെ കൊണ്ട് ശോഭനയ്ക്കല്ലായിരുന്നു ഡബ് ചെയ്യിച്ച്, മറ്റേ ക്യാരക്ടറായിരുന്നു ഡബ്. എനിക്ക് ഭയങ്കര ദേഷ്യം. ഏതോ ഒരു പുതിയ പെണ്ണ്, ആർക്കും അറിയാത്തൊരു പെണ്ണിനെ കൊണ്ട് എന്നെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നു. ഇത് ഡബ് ചെയ്താൽ മതി. ഓ പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളിൽ. എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ. അങ്ങനെയൊക്കെ. ഇപ്പൊ മോളുടെ ഭാവം എന്താ? പണിക്കരേട്ട, അപ്പുവിന്റെ പപ്പയോട് എനിക്കൊന്നുമില്ലായിരുന്നു ഇതുവരെ, സത്യം. പക്ഷെ ഇപ്പോഴാ ഞാനങ്ങ് പ്രേമിച്ചു പോയത്. എന്തോന്ന് പ്രേമോ? സ്വന്തം ഭാര്യ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെ ലോകത്തിൽ ഏത് പെണ്ണാ പ്രേമിച്ചു പോകാത്തത്? ഞാനങ്ങ് വെറുതെ വിട്ടേക്കുന്ന പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ആ കുട്ടി മലപ്പുറം കൊടുത്തു കാര്യം. പെർഫോമൻസ് ഭയങ്കര കുഴപ്പമായിരുന്നു, ഭയങ്കര കുഴപ്പമായിരുന്നു. വരുന്നില്ല, ഒന്നും വരുന്നില്ല. അവസാനം പാടുപെട്ട് എടുപ്പിച്ചതാണ്. പിന്നെ എനിക്ക് ഒരേ ഒരു ഹോപ്പ് ഡബിങ്ങിൽ കയറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഈ ശോഭനയെ പറ്റിയിട്ട് അപ്പൊ ഇങ്ങനെ ആ കുട്ടി പിന്നെ മമ്മൂക്കയുടെ അടുത്ത് പറയില്ല പപ്പ എന്ന് വിളിക്കുമ്പോ മമ്മൂക്ക പെട്ടെന്ന് എന്താ വിളിച്ചതെന്ന് പറഞ്ഞു ചോദിക്കില്ല. അപ്പൊ സാർ നീ പറയില്ലേ. അപ്പം ഞാൻ സാർ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയാതെ മൈക്കിന് ആ കുട്ടിയെ സാർ ഇങ്ങനെ ഒരുപാട് കാലമായി അമ്മയുടെ ആശ എനിക്കൊരു ജോലി കിട്ടണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോപൻ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്കല്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ല. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി. പപ്പ